ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ ടോപ്പിക് വന്നിട്ട് R.K. നാരായൺ എഴുതിയ 15 ഇയേഴ്സ് എന്നുള്ളൊരു ഷോർട്ട് സ്റ്റോറിയാണ്. അപ്പോൾ 15 ഇയേഴ്സ് എന്ന് പറയുമ്പോൾ ടൈറ്റിലിൽ എന്താ നമുക്കറിയുന്നത്? 15 വർഷം. 15 വർഷത്തേക്ക് എന്തോ ഒരു കാര്യം. അപ്പോൾ ഇത് വന്നിട്ട് പ്രസൻറ്റ് ചെയ്ത രീതി ഹ്യൂമറസ് ആണ്. അപ്പോൾ ഹ്യൂമറസ് ആയിട്ട് പറഞ്ഞെങ്കിലും ഇതിലൊരു മെയിനായിട്ട് ഒരു തീമല്ല, എന്നാലും മെയിനായിട്ട് നമ്മളെ ചിന്തിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്നാൽ അത് സത്യം തന്നെയാണ്. ചിലവർ ആക്സെപ്റ്റ് ചെയ്യില്ല, പക്ഷെ എന്നാലും നമ്മൾ ആക്സെപ്റ്റ് ചെയ്താലും ഇല്ലെങ്കിലും അതൊരു സത്യം തന്നെയാണ്. അതെന്താന്ന് നോക്കാം. അപ്പോൾ ഇത് വന്നിട്ട് കുറച്ച് സങ്കല്പിക്കണം. എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു കോർട്ട് മൈൻഡിൽ വരട്ടെ. കോർട്ടിനകത്ത് എന്തായാലും ജഡ്ജ് ഉണ്ടാവും, ലോയേഴ്സ് ഉണ്ടാവും, അതുപോലെ ഈ വിറ്റ്നസ് ബോക്സിനകത്ത്. അപ്പോൾ ആ ഒരു ബോക്സിനകത്ത് എന്താണ്, കുറ്റവാളിയും നിൽക്കുന്നുണ്ടാവും. അപ്പോൾ കുറ്റക്കാരനായിട്ട് ഒരു ക്രിമിനൽ, അങ്ങനെ ഒരു ജയിൽ പുള്ളിയും നിൽക്കുന്നുണ്ട്. അതിൻ്റെ ഓപ്പോസിറ്റിൽ ആരൊക്കെ ഉണ്ടാവും? അത് ആരാന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെതായ രീതിയിൽ സാക്ഷി പറയാനോ അങ്ങനെ ആരാ എന്താ വെച്ചാൽ അവരും ഉണ്ടാവും. അപ്പോൾ ഇതിൽ മെയിനായിട്ട് നമ്മൾ കാണാനുള്ളത് 2 പേരെയാണ് മൈൻഡിൽ വരേണ്ടത്. അപ്പോൾ ഒരു ജഡ്ജ്, ഒരു അക്യൂസ്ഡ്. അപ്പോൾ അക്യൂസ്ഡാണ് ഇതിനകത്ത് നിൽക്കുന്നത്. അപ്പോൾ ഇതിൽ ഒരു മെയിൻ കാര്യം പറയാനുള്ളത്, നമ്മളുടെ ഇമാജിനേഷനാണ് ഇനി വർക്ക് ചെയ്യേണ്ടത്. ബ്രിട്ടീഷുകാർ ഫ്രീഡം തന്നിട്ട് പോകുന്ന ഒരു കണ്ടീഷൻ. ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഇന്ത്യൻ ലാംഗ്വേജ് അല്ല, ബ്രിട്ടൻ്റെയാണ്. എന്നാൽ ഫ്രീഡം സ്ട്രഗിൾ സമയത്ത് എത്രയോ പേര് ഇംഗ്ലീഷിനെ തള്ളിക്കളയാണ് ചെയ്തത്. അത് ഇന്ത്യൻ ഭാഷയല്ലല്ലോ, പിന്നെ എങ്ങനെയാണ് ബ്രിട്ടീഷുകാരുടെ പ്രോഡക്റ്റ്സ് എങ്ങനെയാണ് നമ്മൾ ബോയ്ക്കോട്ട് ചെയ്തത്? അതുപോലെ തന്നെ അവരുടെ ഗുഡ്സും വേണ്ട, മാത്രമല്ല അവരുടെ കൾച്ചറും വേണ്ട, അവരെയും ആവശ്യമില്ല, പ്രത്യേകിച്ച് അവരുടെ ഭാഷ ആവശ്യമില്ല. ഇതൊക്കെയാണ് മെയിനായി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇംഗ്ലീഷ് ഇനി ഇന്ത്യയിൽ വേണ്ട എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് ഇത്. ജഡ്ജ് വന്നിട്ട് ഒരു പേഴ്സൺ എന്നല്ലാതെ ഇന്ത്യൻ ലാംഗ്വേജ് ഹിന്ദിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ജഡ്ജിൻ്റെ സ്ഥാനത്തിലിരിക്കുന്നത് ഒരു ഇന്ത്യൻ ലാംഗ്വേജും, ഇംഗ്ലീഷ് അക്യൂസ്ഡായിട്ട് ആ ഒരു വിറ്റ്നസ് ബോക്സിനകത്ത് നിൽക്കുന്നുണ്ട്. ജഡ്ജ് കമാൻഡ് ചെയ്യില്ലേ, ഇവിടുന്ന് പോയിക്കോ, അല്ലെങ്കിൽ നിൽക്ക്, അല്ലെങ്കിൽ നിന്നെ റിമൈൻഡ് ചെയ്യാണ്. ജഡ്ജ് കമാൻഡിങ് ടോണിലേ സംസാരിക്കുള്ളൂ. ബ്രിട്ടീഷ് റൂൾ സമയത്ത് ഇന്ത്യൻസിന് ഇതൊന്നും ബ്രിട്ടീഷുകാരെ അധികാരം ചെയ്യാൻ പറ്റില്ലായിരുന്നു. എന്നാൽ ഇവിടുത്തെ ഇപ്പോൾ അവസ്ഥ എന്താ വെച്ചാൽ, ബ്രിട്ടീഷ് റൂൾ ഇവിടുന്ന് പോയി കഴിഞ്ഞു. ഇനി ഒരിക്കലും അവരെ ആവശ്യമില്ല, അതുകൊണ്ട് ഇംഗ്ലീഷും ആവശ്യമില്ല പറഞ്ഞിട്ട് പറഞ്ഞയക്കുകയാണ്. അപ്പോൾ അവസാനമായിട്ട് ഈ കോർട്ടിനകത്തുനിന്ന്, അതായത് ഒരു ട്രയൽ രീതിയിലല്ലേ എല്ലാം ആക്ഷൻ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കോർട്ടിനകത്ത് ജഡ്ജ് ഇരുന്നിട്ട് കമാൻഡ് ചെയ്യണം. അപ്പോൾ ജഡ്ജ് എന്ന് പറയുന്നത് ഒരു പേഴ്സണായിട്ട് കാണരുത്, ഹിന്ദി എന്ന് വിചാരിക്കാം. ഹിന്ദി ഭാഷ ഇംഗ്ലീഷ് ഭാഷയുടെ അടുത്ത് ഇവിടുന്ന് പൊക്കോ, ഇത് നിൻ്റെ നാടല്ല എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റൻസ് മാത്രമാണ് ഇതിൽ ഈ സ്റ്റോറിയിൽ പറയാനുള്ളത്. ആക്ച്വലി ഇതൊരു ഫാക്റ്റാണ്. അപ്പോൾ ഇത് ഹ്യൂമറസ് ആയിട്ടാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റോറിയിലേക്ക് സമ്മറിയിലൊന്ന് പോവാം. ജഡ്ജ് വന്ന് ഇരിക്കുന്നുണ്ട്. ഒരു അക്യൂസ്ഡ്, ഒരു കുറ്റവാളിയായിട്ട് ഒരാൾ അവിടെ നിൽക്കുന്നുണ്ട്. അതാരാണ്? വേറെ ആരുമല്ല, ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷ് പേടിച്ചിട്ടല്ലേ പൊതുവെ കുറ്റക്കാരിയിരിക്കുക. എന്നാൽ ഇവിടെ അഭിമാനത്തോടെ അന്തസ്സോടെ ഇംഗ്ലീഷ് അങ്ങനെ ഗംഭീരത്തിൽ നിൽക്കുന്നുണ്ട്. ജഡ്ജിന് ദേഷ്യം, പുച്ഛം എല്ലാം ഒരുമിച്ച് വന്ന് ജഡ്ജ് പറയാണ്. അപ്പോൾ ജഡ്ജ് ഇങ്ങനെ ആദ്യം ഫോർമൽ സ്പീച്ച് തുടങ്ങുമല്ലോ. അപ്പോൾ ജഡ്ജ് ഇങ്ങനെ പറഞ്ഞു, ഇത്രയും വർഷം നീ ഇവിടെ ഭരണം നടത്തി, പക്ഷേ ഇനി നിൻ്റെ ആവശ്യമില്ല. അതായത് ഇംഗ്ലീഷ് നീ ഇവിടുന്ന് പൊക്കോളണം, ഇനി നിൻ്റെ സ്ഥലമല്ല ഇത്. അപ്പോൾ ഇംഗ്ലീഷ് തിരിച്ച് ചോദിക്കുക, ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? ഒരു നാട്ടിൽ നിന്ന് ഒരാളെ നാട് കടത്തണമെങ്കിൽ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടാവണമല്ലോ. ഞാനെന്താ തെറ്റാ ചെയ്തത്? എന്നെ എന്തിനാ പോകാൻ പറയുന്നത്? അപ്പോൾ ഇന്ത്യ, അതായത് ഹിന്ദി ലാംഗ്വേജ് പറയാണ്, എന്തായാലും ഇത് നിൻ്റെ നാടല്ല,
നീ തെറ്റെന്താ ചെയ്തതെന്നൊന്നും ഇവിടെ കാര്യമല്ല, പക്ഷേ ഇത് നിൻ്റെ നാടല്ല. അപ്പോൾ ഇംഗ്ലീഷ് പറഞ്ഞു, ഇത് എൻ്റെ കൺട്രിയാണ്. അപ്പോൾ ഇത് അപ്പോൾ ഇംഗ്ലീഷിൻ്റെ ആ ഒരു ഡയലോഗാണ് നമ്മളിവിടെ ശ്രദ്ധിക്കാനുള്ളത്. ദിസ് ഇസ് മൈ കൺട്രി, ഐ ബിലോങ് ടു ഹിയർ ആൻഡ് ഐ വിൽ ലിവ് ഹിയർ. ഞാനിവിടെ ജീവിച്ചിരിക്കും, കാരണം ഞാൻ ഇവിടുത്തെ ആൾ തന്നെയാണ്, ഇത് എൻ്റെ കൺട്രിയാണ്. അങ്ങനെയാണ് ഇംഗ്ലീഷിൻ്റെ ഒരു തിരിച്ചുള്ള റിപ്ലൈ. അപ്പോൾ ജഡ്ജ് ആകെ ഷോക്കായി. എന്താണ് ഈ പറയുന്നത്? നീ എവിടുത്തെ ലാംഗ്വേജാണ്? നീ ബ്രിട്ടനത്തെയാണ്, നീ ഇവിടുത്തെ ആളല്ല. പിന്നെ നിനക്ക് എങ്ങനെയാണ് അങ്ങനെ പറയാൻ പറ്റുക? നീ ഇവിടെ വന്ന് ചേർന്ന ആളല്ലേ. ഞാനൊക്കെ ആണെങ്കിൽ ഇവിടെ ജനിച്ച ആളാണ്, പക്ഷേ ഇംഗ്ലീഷ് ഇവിടെ ജന്മം എടുത്തതല്ല. നീ ഇവിടുത്തെ ആളല്ല, നീ പൊക്കോളന്ന്. അപ്പോൾ ഇംഗ്ലീഷ് പറഞ്ഞു, നിൻ്റെ കൺട്രിയാണെന്ന് നീ പറയണ്ടല്ലോ, നീ ഇവിടെ വന്നിട്ട് എത്ര വർഷമായി ചോദിച്ചു. അപ്പോൾ ഞാൻ ഇവിടെ വന്നിട്ട് 50 വർഷം. ജഡ്ജ് എന്താ പറയുന്നത്? 50 വർഷം തന്നെയല്ലേ ആയിട്ടുള്ളൂ ഞാനിവിടെ വന്നിട്ട്. ഞാൻ ഈ ലോകത്ത് ജനിച്ചിട്ട്, അതായത് ഈ ഇന്ത്യക്കകത്ത് ജനിച്ചിട്ട് 50 വർഷം. പക്ഷേ ഇംഗ്ലീഷ് എന്താ പറയുന്നത്? നീ ജനിച്ചിട്ട് 50 വർഷം, ഞാനിവിടെ വന്നിട്ട് 200 വർഷമായി. അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇംഗ്ലീഷ് എത്ര വർഷമായി ഇവിടെ വന്നിട്ട്? 200 വർഷത്തിനപ്പുറം. അപ്പോൾ ഇത് സീനിയോറിറ്റി എനിക്കാണ്. നിൻ്റെ കൺട്രിയിൽ നിന്ന് നീ വാദിക്കുന്ന ഈ കൺട്രിക്കകത്ത് നീ ജനിച്ചിട്ട് നീ ഉണ്ടായിട്ട് 50 വർഷം, എന്നാൽ ഞാനിവിടെ വന്നിട്ട് 200 വർഷത്തിനപ്പുറമായി. അപ്പോൾ ഇതാരുടെ, എൻ്റെയോ അതോ നിൻ്റെയോ എന്ന് ഇംഗ്ലീഷ് തിരിച്ചു ചോദിച്ചു. അപ്പോൾ ജഡ്ജ് ആകെ ഷോക്കായി. എന്താണ് ഈ ഇംഗ്ലീഷ് ഇങ്ങനെ വാദിക്കണത്? ഇത് ശരിയല്ല. എന്താണെങ്കിലും നീ വേറൊരു നാട്ടിലത്തെ ആളാണ്, നീ ഇവിടെ വന്ന് ചേർന്നതാണ്. അപ്പോൾ അതൊന്നും നടക്കില്ല, ഞാൻ ഇവിടെ ഇരിക്കും, ഇത് എൻ്റെ കൺട്രിയാണെന്ന് ഇംഗ്ലീഷ് തിരിച്ചും പറഞ്ഞു. അപ്പോൾ ഇംഗ്ലീഷ് ഇപ്പോൾ എന്താ ചെയ്യാൻ നോക്കണം വെച്ചാൽ, എന്തെങ്കിലും പറഞ്ഞ് ജഡ്ജിനെ ആൻസർ ഒന്നും പറയാൻ പറ്റാത്ത രീതിയിൽ തോൽപ്പിച്ചു വിടണം. അപ്പോൾ എന്താണ് ഇംഗ്ലീഷ് ഇവിടെ പറയണ വെച്ചാൽ, നിങ്ങളുടെ സിലബസിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഓഫീസിൽ നിങ്ങളുടെ ഏത് കാര്യത്തിനാണെങ്കിലും എന്നെയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ലൈനിൽ ശ്രദ്ധിക്കേണ്ടത്, ഇംഗ്ലീഷിന് എത്രമാത്രം സ്വാധീനമാണ് ഇന്ത്യയിൽ മാത്രമല്ല ഈ ലോകത്തേ ഉള്ളത്. അപ്പോൾ ഞാനിവിടെ ഭരിക്കുക മാത്രമല്ല, ഞാൻ തന്നെയാണ് അവിടെ ജീവിക്കുന്നത്. എൻ്റെ റോളില്ലാതെ ഇവിടെ ഒന്നും ഇല്ല. അപ്പോഴും ജഡ്ജാകെ ഷോക്കാവുകയാണ്. അപ്പോൾ ജഡ്ജ് അതിനെ നിരസിക്കുന്നില്ല, ശരി തന്നെയാണ്, പക്ഷേ നീ ഇവിടുന്ന് പോകണം. അപ്പോൾ ഇംഗ്ലീഷ് പിന്നെയും ചോദിച്ചു, നിങ്ങളുടെ ദൈവമല്ലേ സരസ്വതി ദേവി? പഠിപ്പ് എന്നുള്ളത് നിങ്ങൾ ദൈവത്തിന് തുല്യമായി കാണുകയാണെങ്കിൽ നിൻ്റെ ദൈവം ആരാണ്? സരസ്വതി ദേവിയാണ്. ആ ദൈവത്തിനെ തന്നെ നിനക്ക് കാണിച്ചു തന്നത് ഞാനാണെന്ന്. അപ്പോൾ ഇംഗ്ലീഷ് എന്താ പറയുന്നത്? ഇംഗ്ലീഷാണ് ദൈവത്തിനെ പോലും ഇന്ത്യൻസിന് കാണിച്ചു കൊടുത്തിരിക്കുന്നതെന്ന്. അല്ലെങ്കിൽ ഞാനിവിടെ വരണതിന് മുമ്പ് എത്ര പേരാണ് നിങ്ങളിവിടെ പഠിപ്പറിവുണ്ടായിട്ടുള്ളത്? എത്ര പേരാണ് അവിടെ പഠിച്ചിട്ടിരുന്നത്? അപ്പോൾ ഇംഗ്ലീഷിൻ്റെ ഈ ചോദ്യം എന്താ വെച്ചാൽ, ഇതിനൊന്നും ഇത്രയും വർഷത്തിന് മുമ്പൊന്നും ഇന്ന് എഡ്യൂക്കേഷൻ നിലനിൽക്കുന്ന പോലെ അന്ന് ഉണ്ടായിരുന്നില്ല. അതിനെയാണ് ഇൻഡയറക്റ്റായി പറയുന്നത്. ഇന്ന് എല്ലാവരും പഠിക്കും, പക്ഷെ പണ്ട് പറഞ്ഞാൽ പൈസയുള്ളവർ പഠിക്കും, ഏറ്റവും നല്ല സ്റ്റാറ്റസിലുള്ളവർ പഠിക്കും, അങ്ങനെ പിന്നെ ജാതിയുടെ ബേസിലുണ്ട്, അങ്ങനെ പല പല കാര്യങ്ങൾ. അന്ധവിശ്വാസങ്ങളൊക്കെ കൂടുതലും നിലനിന്നിരുന്ന കാലമായിരുന്നു പണ്ട്. അതായത് ശരിക്കും പറഞ്ഞാൽ ലേഡീസിന് പഠിപ്പ് ഉണ്ടാവാൻ പാടില്ല, പഠിച്ചാൽ പാവമാണെന്നും ചിലവർ, ഗ്രാമത്തിലുള്ള ചിലവർ പണ്ട് വിശ്വസിച്ചിരുന്നു. അപ്പോൾ എന്താ വെച്ചാൽ പിന്നെ അതേ ഹൈ ക്ലാസ് നോക്കുമ്പോൾ അവർക്ക് അങ്ങനെയൊന്നും വിശ്വാസമില്ല. അങ്ങനെ 100% പഠിപ്പ് പണ്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ എല്ലാവരും ഒരേപോലെ പഠിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അതും ഇംഗ്ലീഷ് വിശ്വസിക്കുന്നത്, ഇംഗ്ലീഷ് വന്നിട്ടല്ലേ എല്ലാം. അപ്പോൾ നിങ്ങളുടെ ദൈവമാണ് സരസ്വതി ദേവി എന്ന് നിങ്ങൾ വാദിക്കുന്നു, എന്നാൽ നിങ്ങളുടെ ദൈവത്തിനെ നിങ്ങൾക്ക് കാണിച്ചു തന്നത് ആരാണ്? ഈ ഞാനാണെന്ന്. അപ്പോൾ ഇംഗ്ലീഷിൻ്റെ ഗൗരവമൊന്നും കുറച്ചൊന്നും ആയിരുന്നില്ല. ജഡ്ജ് വിക്ടിം ബോക്സിനകത്താണ് പിടിച്ചു നിർത്തിയിരിക്കണം, എന്നാൽ ഇംഗ്ലീഷിന് ഒരു തോൽവിയുമില്ല, കറക്റ്റായിട്ട് ഉത്തരം നന്നായി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ജഡ്ജ് കുറച്ച് ആൻസർ പറയാൻ പറ്റാത്ത ലെവലായപ്പോൾ ജഡ്ജ് ഇനി ഒരു കാര്യം തീരുമാനിച്ചു, ഇനി അധികം സംസാരിച്ചിട്ടിരുന്ന ഇംഗ്ലീഷൊന്നും അങ്ങനെ വിട്ടുതരാൻ പോകുന്നില്ല. അപ്പോൾ പറഞ്ഞു, നീ എന്തായാലും ഇവിടുന്ന് പോയിരിക്കണം, ഇത് നിൻ്റെ കൺട്രി അല്ല, നീ പോണം. അതായത് അവസാനത്തെ ലൈനിൽ ജഡ്ജ് ഒരു 15 വർഷം പറയുന്നുണ്ട്. എണ്ണി 15 വർഷം. ഒരു 15 വർഷത്തിൽ
ഇംഗ്ലീഷ് നീ ഇവിടുന്ന് ഇന്ത്യയിൽ നിന്ന് പോയിരിക്കണം പറഞ്ഞു. അപ്പോൾ ഇംഗ്ലീഷ് ലാസ്റ്റ് സീനിൽ അതും ഇങ്ങനെ ഒരു തമാശയായിട്ട് ചോദിക്കുന്നുണ്ട്, നീ 15 വർഷം എന്നുള്ള സമയം പറഞ്ഞില്ലേ, അപ്പോൾ അതുവരേക്കും നിനക്ക് എൻ്റെ സഹായമാണല്ലേ. ഈ 15 വർഷം പറയുന്നത് ഏത് ദിവസം തൊട്ടിട്ട് ഏത് ദിവസം വരയ്ക്കാണ്? ഇന്ന് തൊട്ടാണോ 15 വർഷം, അതോ പിന്നീടാണോ? അപ്പോൾ ജഡ്ജ് അവസാനം ശരി കോർട്ട് ഇപ്പോൾ പിരിച്ചുവിടാം, കഴിഞ്ഞു അപ്പോൾ വാദവും ഒക്കെ കഴിഞ്ഞു, അങ്ങനെ കോർട്ട് പിരിച്ചുവിടാമെന്ന് പറഞ്ഞ് പെട്ടെന്ന് അങ്ങോട്ട് കേസ് ഡിസ്മിസ് ചെയ്തിട്ട് പോവാണ്. അപ്പോൾ ഇതിൽ മെയിനായി പറയുന്നത് എന്താ വെച്ചാൽ, ഇംഗ്ലീഷ് എന്ത് ധൈര്യത്തിലാണ് ഇത്രയും നേരം സംസാരിച്ചത്? കാരണം ഒരിക്കലും ഇംഗ്ലീഷിൻ്റെ സഹായമില്ലാതെ നിലനിൽപ്പ് ഇനി ഇല്ല. ഇപ്പോൾ അങ്ങനെ 100% എല്ലാ കൺട്രിയിലും ഉണ്ടെന്ന് തന്നെ പറയാൻ പറ്റില്ല. ഒരു ചില യൂറോപ്യൻ കൺട്രീസിലൊക്കെ നോക്കിയാൽ ഇംഗ്ലീഷൊന്നും അങ്ങനെ യൂസ് ഇല്ല. പക്ഷേ എവിടെയാണ് ഇങ്ങനൊരു കോമൺ ലാംഗ്വേജിൻ്റെ ആവശ്യം വരുന്നത്? ഇപ്പോൾ ഇന്ത്യയെ പോലെ മൾട്ടിപ്പിൾ ലാംഗ്വേജസ് ഉള്ള കൺട്രിയിലാണ്. അപ്പോൾ അതാണ് ഒരു മെയിനായിട്ട് ഇതിൽ വരുന്ന തീം. എന്തായാലും ഇംഗ്ലീഷിനൊരു കാര്യം ഉറപ്പാണ്, ഇംഗ്ലീഷ് ഇല്ലാതെ നിലനിൽപ്പിനി അധികവും ഇല്ലയെന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇംഗ്ലീഷ് സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞത് ഇത് എൻ്റെ കൺട്രിയാണ്, ഞാനിവിടുന്ന് എവിടേക്കും പോയില്ല എന്ന്. അപ്പോൾ ഇതിൽ അവതരിപ്പിച്ച രീതി കുറച്ച് ഹ്യൂമറസ് ആണെങ്കിലും ഇതിൻ്റെ ഫാക്റ്റ് എന്താ വെച്ചാൽ, നമ്മൾ ചിന്തിക്കേണ്ട കാര്യം തന്നെ, നമ്മൾ എത്ര തന്നെ പഠിക്കേണ്ട വേണ്ട പറഞ്ഞ് ഒഴിവാക്കാൻ നിന്നാലും ഇംഗ്ലീഷ് വിട്ടുപോയില്ല. അപ്പോൾ കംപ്ലീറ്റ്ലി ഒരു ലാംഗ്വേജ് ഒഴിവാക്കണം പറഞ്ഞാൽ, ഇന്ത്യയെ പോലത്തെ കൺട്രീനെ എന്താ വെച്ചാൽ, അപ്പോൾ നാഷണൽ ലാംഗ്വേജ് ഹിന്ദി എന്ന് ഡിക്ലെയർ ആകുമ്പോൾ ഒഫീഷ്യലി എല്ലാ സ്റ്റേറ്റും എല്ലാ ആൾക്കാരും ഹിന്ദി തന്നെ പഠിക്കേണ്ടി വരും. ഹിന്ദിയിൽ തന്നെ ഇപ്പോൾ ഒരു പോസ്റ്റ് ഓഫീസിൽ പോയാലും ഹിന്ദിയിൽ പൂരിപ്പിക്കാൻ പറയും. അതാണ്. അപ്പോൾ എല്ലാ ലാംഗ്വേജും നിലനിൽക്കുന്ന സ്ഥലത്ത് ഇംഗ്ലീഷിൻ്റെ അത്യാവശ്യം എന്താണെന്നാണ് ഇതിൽ ഒരേ ഒരു തീം പറയുന്നത്. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.